വളരെ തുച്ഛമായ ദിവസങ്ങൾ കൂടി മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് ആഗതമാകാൻ പോവുകയാണ്. പരിശുദ്ധമായ റമളാനിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും ഓരോ പകലുകളും ഓരോ രാത്രികളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആരാധനകൾ കൊണ്ട് പ്രത്യേകമായ മാസം, അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ മുഴുവനും തുറന്നിടുന്ന മാസം. പരിശുദ്ധമായ റമളാനിനെ സംബന്ധിച്ച് മഹാന്മാരായ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാനരായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. രണ്ട് ആളുകൾ ഒരേ ദിവസം പരിശുദ്ധമായ ഇസ്ലാം വിശ്വസിച്ചു. രണ്ട് ആളുകൾ ഒരു ദിവസമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ സ്വീകരിച്ചത്. അതിൽ ഒരാൾ വലിയ അധ്വാനിയായിരുന്നു, കഠിനാധ്വാനം ചെയ്ത് ഇബാദത്ത് ചെയ്യുന്ന ഒരാൾ. ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇടയിൽ ഷഹീദായി പോയി. രണ്ടാമത്തെ ആൾ ഒരു കൊല്ലം കൂടി കഴിഞ്ഞ് സാധാരണയിൽ മരണപ്പെട്ടുപോയി. സാധാരണ ആളുകൾ മരണപ്പെടുന്നത് പോലെ മരണപ്പെട്ടുപോയി. ഈ രണ്ട് ആളുകളെയും ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കാണുമ്പോൾ ഇവർ മൂന്നുപേരും, അതായത് നേരത്തെ പറഞ്ഞ രണ്ടാളുകളും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത കിട്ടിയ സ്വഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരും സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. സ്വർഗത്തിന്റെ കവാടത്തിൽ നിൽക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും അതിലേക്ക് അതിന്റെ അഹ്ലുകാരെ വിളിക്കുകയും ചെയ്യുന്നതായി അവിടുന്ന് സ്വപ്നത്തിൽ കണ്ടു. ആദ്യം വിളിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനെ അല്ല. സ്വർഗം തുറന്നിട്ട് ആദ്യം വിളിച്ചത് സാധാരണ രീതിയിൽ ജീവിച്ച് ഒരേ ദിവസം തന്നെ ഇസ്ലാം സ്വീകരിച്ച് ആ രണ്ടു പേരിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളെക്കാൾ മുന്നേ വിളിക്കപ്പെട്ടത് സാധാരണ ജീവിതം നയിച്ചു മരിച്ചുപോയ ആളെയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ആദ്യം സ്വർഗത്തിലേക്ക് വിളിച്ചത്, കയറി വരൂ. അദ്ദേഹം ഉള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെയാണ് ഷഹീദായ മനുഷ്യനെ വിളിച്ചത്, നിങ്ങൾ കയറി വരൂ. മൂന്നാമതായി ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് സ്വർഗത്തിന്റെ അഹ്ലുകാർ പറയുകയാണ്, നിങ്ങളുടെ സമയമായിട്ടില്ല, നിങ്ങളുടെ സമയമാകുമ്പോൾ വിളിക്കാം. ഇത് കണ്ടിട്ട് ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു വളരെയേറെ അത്ഭുത പരതന്ത്രനായി. എന്തൊരു അത്ഭുതമാണ്! അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളെ വിളിച്ചത് പിന്നെയാണല്ലോ. സ്വഹാബത്തിനോടൊക്കെ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഒരു കിനാവ് കണ്ടു, എന്തായിരിക്കും അതിന്റെ അർത്ഥം? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഈ വിഷയം ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതിങ്ങനെ വിസ്തരിച്ചു പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഷഹീദായ മനുഷ്യനേക്കാൾ ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ടല്ലേ മറ്റേയാൾ മരണപ്പെട്ടത്. ഷഹീദിനേക്കാൾ വലിയ പുണ്യത്തിലേക്ക്, നേരത്തെ സ്വർഗത്തിലെത്തുന്ന അവസ്ഥയിലേക്ക് അയാളെ എത്തിച്ചത് എന്താണെന്നറിയുമോ ത്വൽഹ? റമളാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്കൊരു റമളാൻ കൂടി അധികം കിട്ടി. ഫസാമ ഫസല്ല, അദ്ദേഹം നോമ്പെടുത്തു, നിസ്കരിച്ചു, വകദാ വകദാ, ഖൈറാത്തുകളൊക്കെ ചെയ്തു. അതുകൊണ്ട് അല്ലാഹു തആല ഒരു റമളാൻ അധികം കിട്ടിയ ആ മനുഷ്യന് ആദ്യം സ്വർഗത്തിൽ പോകാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ ആയുസ്സിൽ ഒരു റമളാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ കാര്യമല്ല. ഷഹീദിനേക്കാൾ വലിയൊരു കൂലിയിലേക്ക് ഒരു മനുഷ്യനെ എത്തിച്ചത് ഒരു റമളാനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സംഭവം മുൻഗാമികൾ ഉദ്ധരിക്കുകയാണ്. അപ്പൊ നമുക്ക് ലഭിക്കുന്ന റമളാൻ എന്തിനാണ്? നമുക്ക് സ്വർഗം നേടിത്തരാനുള്ളതാണ്. ആ ചിന്തയോടുകൂടിയായിരിക്കണം റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശഅബാനിന്റെ അവസാന ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഒരു മുന്നൊരുക്ക പ്രഭാഷണം നടത്തി. റമളാനിന്റെ മഹത്വം ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഖദ് അളല്ലക്കും ശഹ്റുൻ അദീമുൻ മുബാറക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് റമളാനിന്റെ മഹത്വം പറയുകയാണ്. നമ്മൾ ധാരാളമായി റമളാനിന്റെ മഹത്വം കേട്ടിട്ടുണ്ട്. സ്വർഗം തുറന്നുകിടക്കുന്ന മാസമാണ് എന്ന് നമുക്കറിയാം. നരകം അടയുന്ന മാസമാണ് എന്നറിയാം. പിശാച് ബന്ധിക്കപ്പെടുന്ന മാസമാണ് എന്നറിയാം.
ഒരു ഫർള് ചെയ്താൽ അല്ലാഹു തആല 70 ഇരട്ടി പ്രതിഫലം നൽകുന്ന, 7000 ഇരട്ടി പ്രതിഫലം ഹസനാത്തുകൾക്ക് നൽകുന്ന, പാപങ്ങൾ പുറത്തു കിട്ടുന്ന, നരകമോചനം ലഭിക്കുന്ന മാസമാണ് റമളാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. റമളാനിന്റെ ഒരു 10 മഹത്വം പറയാൻ പറഞ്ഞാൽ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും പറയാനുണ്ടാവും. റമളാനിന്റെ ഒരു 10 മഹത്വം അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. അത്ര ശ്രേഷ്ഠമായ മാസമാണ്. പക്ഷെ എന്തു വേണം? ആ റമളാനിലേക്ക് പ്രവേശിക്കുന്നത് നല്ല പ്ലാനിങ്ങോടുകൂടിയായിരിക്കണം. കൃത്യമായി റമളാനിനെ ഉപയോഗിക്കാനുള്ള ഒരു പ്ലാനിങ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഒരു പക്ഷേ ഇതെന്റെ ജീവിതത്തിൽ അവസാന റമളാനായിരുന്നെങ്കിലോ, ഈ പള്ളിക്കാട്ടിൽ തന്നെ കഴിഞ്ഞ റമളാനിനു ശേഷം മരണപ്പെട്ട എത്രയോ മനുഷ്യരെ നമ്മൾ അടക്കം ചെയ്തില്ലേ? അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. ഇതൊരു പക്ഷേ എന്റെ ജീവിതത്തിൽ അവസാനത്തെ അവസരമാണെങ്കിലോ, ഈ സ്വർഗം തുറന്നു കിടക്കുന്നത് എന്നെ സ്വീകരിക്കാനാണെങ്കിലോ, എന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനാണെങ്കിലോ, എന്റെ നരകം അതിൽ നിന്ന് എന്നെ തടയാനാണ് ഈ റമളാനെങ്കിലോ, നല്ല ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് റമളാനിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഗുണമാണ്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അവർ പരിശുദ്ധമായ റമളാനിന്റെ ഓരോ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്തിയത് വളരെയേറെ ഗൗരവമായി. സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീനയിൽ ദർസ് നടത്തിയിരുന്ന, ഹബീബായ നബി തങ്ങളെ ചാരത്ത് ദർസ് നടത്തിയ മഹാപണ്ഡിതൻ. ബഹുമാനപ്പെട്ടവർക്ക് റമളാനായാൽ അവിടുന്ന് പിന്നെ ദർസില്ല. ജനങ്ങൾക്ക് ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ജൽസകൾ അവസാനിപ്പിച്ചു. പൂർണ്ണമായും പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണത്തിലായി അവർ ജീവിതം മുന്നോട്ട് നയിച്ചു. താബിഈങ്ങളിൽ നിന്ന് ചിലരെ കാണാം, അവർ കച്ചവടക്കാരായിരുന്നു. പലരും റമളാനോടുകൂടി അത് അവസാനിപ്പിച്ചു. അവരോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നില്ല? അവർ പറഞ്ഞു, ഈ മാസം ഞങ്ങളും അള്ളാഹുവും തമ്മിലാണ് കച്ചവടം. ഞങ്ങളുടെ ലാഭവും കണക്കുമെല്ലാം പടച്ചവനുമായിട്ടാണ്. അതുകൊണ്ടാണ് ഇത്തവണ കച്ചവടം ഇല്ലാത്തത്. നമ്മുടെ മുൻഗാമികൾ റമളാനിനെ വളരെ ബഹുമതിയോടുകൂടി കണ്ടിരുന്നു. റമളാൻ ആഗതമാകുമ്പോൾ നമുക്കെല്ലാവർക്കും അതിന്റെ മഹത്വം അറിയാവുന്നത് കൊണ്ട് തന്നെ അതിലെ ഓരോ സമയവും കൃത്യമായി വിനിയോഗിക്കാനുള്ള പ്ലാനിങ് നേരത്തെ തന്നെ ആരംഭിക്കണം. പിറ കണ്ടതിന് ശേഷമല്ല പ്ലാനിങ് തുടങ്ങേണ്ടത്. മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറാത്തുകൾക്ക് വലിയ പ്രതിഫലം പറഞ്ഞ മാസം. ആ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പലതുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ടത് ഒരൊറ്റ ജമാഅത്ത് നിസ്കാരവും നഷ്ടപ്പെട്ടു പോകരുത്. നിസ്കാരം നഷ്ടപ്പെടുത്തരുത് എന്നല്ല, ഒരു നിസ്കാരത്തിന്റെയും ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മുഴുവൻ നിസ്കാരങ്ങളും റമളാനിൽ ഞാൻ ജമാഅത്തായി നിർവഹിക്കുമെന്ന നിയ്യത്ത് നമ്മുടെ ഖൽബിൽ വേണം. ഒരാൾ റമളാനിലെ നിസ്കാരങ്ങളുടെ ജമാഅത്ത് അയാളത് ദായിമാക്കി പരിപാലിച്ചു കൊണ്ടുവന്നാൽ അയാൾക്കുള്ള പ്രതിഫലം എത്രയാണെന്നറിയുമോ? അയാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്താലുള്ള ഒരു പട്ടണം നിർമ്മിച്ചു നൽകുമെന്നാണ്. സ്വർഗത്തിൽ പ്രകാശത്താലുള്ള ഒരു പട്ടണം അല്ലാഹു തആല നിർമ്മിച്ചു നൽകുമെന്നാണ്. അയാളുടെ പേരിൽ ഒരു നല്ല പട്ടണമുണ്ടാകും. അയാള് നിസ്കാരം ജമാഅത്തായി റമളാനിൽ പരിപാലിച്ചയാളാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ നിസ്കാരങ്ങളും അത് ഈ പള്ളിയിൽ തന്നെ ആകണമെന്നുമില്ല. നിങ്ങൾ എവിടെയാണെങ്കിലും, കച്ചവടത്തിലോ യാത്രയിലോ എവിടെയാകട്ടെ, ഇനി ജമാഅത്ത് ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ വീട്ടിലുള്ള ഒരാളെ കൂട്ടിയിട്ട് ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം. ജമാഅത്തായി തന്നെ നിസ്കരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ധാരാളം അനുഗ്രഹങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്. ജമാഅത്ത് നിസ്കാരം റമളാനിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളയില്ല എന്ന ഒരു തീരുമാനം നമ്മളെല്ലാവരും എടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അതിന് നമുക്ക് വിധി കൂട്ടി തരുമാറാകട്ടെ. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങളെ നന്നായി പരിപാലിക്കണം. സുന്നത്ത് നിസ്കാരങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ ഒരൊറ്റ ഹദീസ് കൂടി ചേർക്കുകയാണ്. 12 റക്അത്ത് നിസ്കാരം ഒരാള് സ്ഥിരമാക്കിയാൽ, സുന്നത്തായ നിസ്കാരങ്ങൾ ഒരാൾ പതിവാക്കിയാൽ, 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഒരാൾ പതിവാക്കിയാൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത്. അതേതാ? സുബ്ഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4,
ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. ഇത് 12 ഒരാള് സ്ഥിരമായി ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനർത്ഥം ബാക്കിയുള്ള നിസ്കാരങ്ങളില്ല എന്നല്ല. മഗ്രിബിന് മുമ്പ് നമ്മളിവിടെ സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, അതൊന്നും സുന്നത്തല്ല എന്നല്ല, പ്രധാനപ്പെട്ട സുന്നത്തുകളാണിത്. ആ സുന്നത്ത് നിസ്കാരം അത്രയും പരിപാലിച്ചാൽ തന്നെ സ്വർഗത്തിലൊരു വീടുണ്ടാവും. അപ്പൊ ഞാൻ ആ സുന്നത്തുകളെ ഒക്കെ പരിപാലിക്കും എന്ന ഒരു നീയത്ത് നമുക്കുണ്ടാകണം. സുബഹിന്റെ മുമ്പത്തുള്ള നിസ്കാരം, സുബഹിന്റെ മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. ഇത്രയേറെ പരിപാലിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിലൊരു ഭവനം നിർമ്മിച്ചു നൽകുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ നമുക്ക് ഇടത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. രാവിലെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ളുഹാ നിസ്കരിക്കാൻ പറ്റും. ഈ നല്ല ശീലങ്ങളൊക്കെ റമളാനിൽ നമ്മൾ തുടങ്ങണം. അല്ലാഹു അതിനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിൽ മാത്രമുള്ള പ്രത്യേകമായ സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. റമളാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം. നമ്മൾ ഈ നോമ്പ് തുറയും എവിടെയെങ്കിലുമൊക്കെ കറങ്ങലും അലച്ചിലും ഒക്കെ ആയിട്ട് തറാവീഹ് നിസ്കാരം നഷ്ടപ്പെടുത്തി കളയരുത്. തറാവീഹ് നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന പലപ്പോഴും തറാവീഹ് എങ്ങനെ നഷ്ടപ്പെട്ടു പോവാ, എവിടെയെങ്കിലും നോമ്പ് തുറ ഉണ്ടാവും, വളരെ ജഗപുകയായി നോമ്പ് തുറന്നു വരും, അന്ന് തറാവീഹ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ പള്ളിയിലെ നിസ്കാരം കഴിഞ്ഞു പോയിട്ടുണ്ടാവും, അതിന്റെ പേരിൽ തറാവീഹ് ഉണ്ടാവില്ല. തറാവീഹ് വളരെ പുണ്യമുള്ള നിസ്കാരമാണ്. റമളാനിൽ മാത്രം പ്രത്യേകമായുള്ള സുന്നത്താണ്. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം അത് നിർവഹിച്ചു. മഹാനരായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായി 20 റക്അത്തായി തറാവീഹിനെ നിർവഹിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും തറാവീഹ് 20 റക്അത്താണ് എന്ന് പറഞ്ഞവരാണ്. ലോകത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ അഭിപ്രായമാണ്. ഇന്ന് 8 റക്അത്താണ് എന്ന് പറയുന്ന ആളുകളുടെ കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ നേതാക്കളും 20 റക്അത്ത് നിസ്കരിച്ചവരാണ്. ഇബ്നു തൈമിയ്യക്ക് 20 റക്അത്താണ്. 1920 മുതൽ 40 വരെ ആദ്യകാലത്തിറങ്ങിയ ഇന്ന് 8 എന്ന് പറയുന്ന ആളുകളുടെ ഒക്കെ പുസ്തകങ്ങൾ, അവരുടെ മദ്രസ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത് തറാവീഹ് 20 റക്അത്താണ് എന്നാണ്. പിന്നെ എപ്പോഴാണ് ജിബ്രീൽ വന്നത് മാറ്റിക്കൊടുത്തതെന്ന് അറിയില്ല. അതുകൊണ്ട് സൗകര്യം നോക്കിയിട്ട് 8ന്റെ പള്ളിയിൽ പോയിട്ട് ഉള്ള റമളാനിലെ പുണ്യം കളയാൻ ആരും നിൽക്കണ്ട. നമ്മുടെ മാതൃക സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതിന്റെ പിന്നാലെ വന്ന ലോകം കണ്ട ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ മഹാനരായ മാലിക് ബിൻ അനസ് തങ്ങളെ പോലെ, ഇമാമുന ശാഫിഈ തങ്ങളെ പോലെ, ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങളെ പോലെ, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെ അവിടെ നിങ്ങോട്ട് കിടക്കുന്ന പ്രൗഢമായ പാരമ്പര്യം ആ 20 റക്അത്താണ്. അത് വളരെ മനോഹരമായി എല്ലാ ദിവസവും നിർവഹിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിലും അല്ലാത്തപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 11-ലധികം നിസ്കരിച്ചില്ല എന്ന ഹദീസ് അത് വിത്റിനെ കുറിച്ചാണ് എന്ന് ഹദീസുകളെ കൃത്യമായി മനസ്സിലാക്കി ഇമാമിങ്ങളൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ ചെയ്തതുപോലെ നമ്മൾ കൃത്യമായി തറാവീഹ് അതിന്റെ എണ്ണം പൂർത്തീകരിച്ച് അതിൽ ഉളപ്പന്മാരായി മാറരുത്, അലസന്മാരായി മാറരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ അത് പരിശുദ്ധമായ ഖുർആൻ അവതരിച്ച മാസമാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. പരിശുദ്ധമായ ഖുർആനിന്റെ പഠനത്തിലും പാരായണത്തിലുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വരികയും ഹബീബായ നബി തങ്ങളുമായി ചേർന്നിരുന്ന് ഖുർആൻ ഓതി കേൾക്കുകയും കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ റമളാനിലെ വലിയ കർമ്മം എന്ന് പറയുന്നത് ഖുർആൻ ഓതലാണ്. ഖുർആൻ ഓതാൻ വേണ്ടി നമ്മുടെ സമയങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തി വെക്കുക. ആവശ്യം പോലെ ഖുർആൻ നമുക്കറിയാവുന്ന സൂറത്തുകൾ ഓതുക, ഖത്തുമുൽ ഖുർആനുകൾ പാരായണം ചെയ്യുക. ഈ റമളാനിൽ ഒരു ഖത്തുമെങ്കിലും ഓതാത്ത ഒരു മുസ്ലിമും ഉണ്ടാകരുത്, ഒരു മഹല്ല് നിവാസിയും ഉണ്ടാകരുത്. 40 ദിവസം കൊണ്ടൊരാൾ ഖുർആൻ ഓതി പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ അയാൾ നിഫാഖിനെ ഭയപ്പെടട്ടെ എന്ന് മഹാന്മാരായ മുൻഗാമികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 40 ദിവസം കൊണ്ട്, എന്തുകൊണ്ടായി 40 ദിവസം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരു മാസത്തിലെ ചില ദിവസങ്ങളിൽ ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ല എന്ന് വരും. അവരെ കൂടി പരിഗണിച്ചിട്ടാണ് 40 ദിവസം കൊണ്ടൊരു മുഅ്മിനായ മനുഷ്യൻ ഖുർആനിനെ ഓതി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കണം.
ഖുർആനുമായി നമുക്കുള്ള ആത്മബന്ധത്തെ വർദ്ധിപ്പിക്കാനുള്ള മാസമാണ് പരിശുദ്ധ റമളാൻ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ ആവശ്യമില്ലാത്ത ഇടപാടുകളൊക്കെ മാറ്റിവെച്ചിട്ട് പരിശുദ്ധമായ റമളാനിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യണം. അതിലൊരു മടിയും വിചാരിക്കരുത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് പരിശുദ്ധമായ ഖുർആനിൽ നിന്നൊരൽപ്പം പാരായണവും പഠനവും നമ്മളൊക്കെ ജീവിതത്തിൽ നിത്യമായി ഓതുന്ന സൂറത്താണ് സൂറത്തു യാസീൻ. യാസീൻ ഓതാത്ത ആരും ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമ്മൾ യാസീൻ ഓതാറുണ്ട്. യാസീൻ നമുക്കൊക്കെ കാണാതറിയുന്നതാണ്. എന്താണ് ഈ യാസീനിൽ ഉള്ളത്? യാസീൻ എന്ന് തുടങ്ങിയ ഇലൈഹി തുർജഊൻ എന്ന് 83 ആയത്തുകൾ, അത് ഖുർആനിന്റെ ഹൃദയമാണ്. ഖൽബുൽ ഖുർആൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ കാലമായി നമ്മൾ യാസീൻ ഓതുന്നു. നമ്മിൽ അധിക ആളുകൾക്കും അത് കാണാതറിയാം. എന്നാൽ എന്താണ് യാസീൻ പറയുന്നത്? അത് പഠിക്കാനൊരവസരം ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ദിവസം ഒരു 4 ആയത്തുകൾ വെച്ച് പഠിച്ചാൽ പരിശുദ്ധ റമളാൻ കഴിയുമ്പോഴേക്ക് ഈ റമളാനിൽ നമ്മൾ യാസീൻ പഠിക്കാൻ ഒരു സമയം കണ്ടെത്തുകയാണ്. ളുഹർ നിസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ യാസീൻ, ആ യാസീന്റെ ഓരോ ആയത്തുകളും എടുത്ത് അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള സമയം അതായി നിജപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ഒരു ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ ഒരു വിഷയം അവതരിപ്പിക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആനാകുമ്പോൾ പ്രത്യേകിച്ച് ആഴത്തിൽ ആ വിഷയം പഠിച്ച് അറിഞ്ഞു വേണം അത് കൊണ്ടുവരാൻ. അപ്പൊ അത്രയേറെ അധ്വാനിച്ചൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ കേൾക്കാൻ നിങ്ങളാകുന്ന മുഅ്മിനീങ്ങൾ ഉണ്ടാകണം. പരമാവധി ആളുകൾക്ക് അത് ഉപകാരപ്പെടണം. അതുകൊണ്ട് ഈ റമളാനിൽ ഞാൻ ഇൻഷാ അല്ലാഹ് യാസീൻ സൂറത്ത് എത്ര കാലമായി ഞാൻ ഓതുന്നു, അതെന്താണ് എന്ന് പഠിക്കാൻ ഈ റമളാനിലെ എല്ലാ ളുഹർ നിസ്കാരം കഴിഞ്ഞും നമ്മുടെ പള്ളിയിലുള്ള അവസരം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിൽ ഒരു ഖൈറായ മജ്ലിസിലേക്ക് ഒരാൾ പോയാൽ അയാളുടെ കാൽപാദം പതിയുന്നതിനനുസരിച്ച് ഇബാദത്തുകളുടെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുകയാണ്. ഒരു നന്മയിലേക്ക് നടന്നുപോയി അയാൾ ചവിട്ടടി വെച്ച ഓരോ ചവിട്ടടിക്കും അല്ലാഹു തആല ഇബാദത്തുകളുടെ പ്രതിഫലം നൽകുകയാണ്. റമളാനിൽ ഒരു മുസ്ലിം അയാൾ തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു. അല്ലാഹു അവന്റെ 1000 ആവശ്യങ്ങൾ നിർവഹിച്ചു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ ആവശ്യം കണ്ടറിഞ്ഞയാളെ സഹായിച്ചു റമളാനിൽ. എന്നാൽ അല്ലാഹു അയാളുടെ 1000 ആവശ്യങ്ങളെ പരിഗണിക്കുകയും അല്ലാഹുവിന്റെ സഹായം അയാൾക്ക് വരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാരുണ്യമാണ്. ഒരാൾ ദരിദ്രനായ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലൊരു നന്മ ചെയ്തു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ലക്ഷം നന്മകൾ അവന് രേഖപ്പെടുത്തുമെന്നാണ്. പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിലെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, നോമ്പിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. 10 ലക്ഷം നന്മകൾ അല്ലാഹു നമുക്ക് രേഖപ്പെടുത്തി തരും. നമുക്കത് കാരണമായി സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും. പാപങ്ങൾ പുറത്തു കിട്ടാൻ അത് കാരണമാകും. അതുപോലെയുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ അവിടുന്ന് ഉദാരമായി സംഭാവന ചെയ്തത് അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ആയിരുന്നു അവിടുത്തെ ഉദാരതയെന്ന് മഹാന്മാരായ സ്വഹാബിമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. ഒരു കാറ്റടിച്ചാൽ ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും അതിന്റെ തണുപ്പ് കിട്ടുമല്ലോ. അത് അവരുടെയൊക്കെ ദേഹത്തെ തണുപ്പിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം പരിശുദ്ധ റമളാനിൽ മദീനയിൽ മുഴുവൻ ആളുകൾക്കും ലഭിക്കും. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട അയലത്തുകാരോ നാട്ടുകാരോ ഒക്കെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യം നടത്തി കൊടുത്ത അള്ളാഹു നമ്മുടെ 1000 ആവശ്യം വേറെ നടത്തിത്തരും. അവർക്ക് നന്മ ചെയ്തു കൊടുത്താൽ, ധർമ്മം കൊടുത്താൽ അല്ലാഹു റബ്ബുൽ ആലമീൻ 10 ലക്ഷത്തോളം നന്മകൾ നമുക്ക് ചൊരിഞ്ഞു തരും. ആ കൂട്ടത്തിൽ ഗൗരവമായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ റമളാനിൽ സദഖ കൊടുക്കാറുണ്ട്. പല ആളുകളും സദഖ ചോദിച്ചു വരും. പക്ഷേ സക്കാത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സക്കാത്ത് നിസ്കാരത്തോടൊപ്പം പരിശുദ്ധ ഖുർആൻ അതിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിസ്കാരത്തെ പറഞ്ഞയിടത്തൊക്കെയും പ്രാധാന്യത്തോടെ സക്കാത്തിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്. പലരും നമ്മളോട് സക്കാത്ത് തരാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, സക്കാത്ത് എന്ന് പറഞ്ഞത് അങ്ങനെ എടുത്തു കൊടുക്കാനുള്ളതല്ല. സക്കാത്ത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് നിയ്യത്ത് ചെയ്ത് അതിന്റെ സമയമെത്തുന്ന നേരത്ത് അതിന്റെ അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. ഏതുപോലെ
ളുഹർ നിസ്കാരത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് അതിന്റെ റക്അത്തുകളുടെ എണ്ണം പരിഗണിച്ച് ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്ന് വുളൂഓടുകൂടി നിസ്കരിച്ചാലേ നിസ്കാരം ശരിയാകൂ എന്നതുപോലെ സക്കാത്തിന് നിയ്യത്തുണ്ടാവണം. അതിന്റെ അർഹരിലേക്ക് തന്നെ അതെത്തണം. കൃത്യമായി അതിന്റെ വിതരണം നടക്കണം. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് സക്കാത്ത് എന്ന് പറഞ്ഞ് പലരും ഫണ്ടുകൾ ശേഖരിക്കാറുണ്ട്. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടന ചോദിച്ചാലും നിങ്ങളുടെ സക്കാത്ത് കൊടുക്കരുത്. കേരളത്തിലെ അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഒരു മുസ്ലിം സംഘടന, അറിവുള്ള സംഘടനകളൊന്നും അങ്ങനെ സക്കാത്ത് ചോദിക്കൂല. കാരണം സക്കാത്ത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. സക്കാത്ത് അങ്ങനെ ആരും ചോദിക്കൂല. കാരണം സക്കാത്ത് ഒരു മനുഷ്യൻ കണക്കുകൂട്ടി കൃത്യമായി കൊടുക്കണം. അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. 2 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ ഒരു നോട്ടീസ് കിട്ടി. സക്കാത്തുകളൊക്കെ കളക്ട് ചെയ്ത്, സക്കാത്തും സദക്കയൊക്കെ കളക്ട് ചെയ്ത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആൾ എന്ന പേരിലാണ് നോട്ടീസ് കിട്ടിയത്. അതിൽ നോക്കുമ്പോൾ നഊദു ബില്ലാഹ്, അതിന്റെ താഴെ മുൻ വർഷത്തെ ബാക്കി ഇത്ര രൂപ. അതായത് കഴിഞ്ഞ കൊല്ലം കൊടുത്ത സക്കാത്ത് ബാക്കിയുണ്ടായിട്ട് അതിൽ നിന്ന് ബാക്കി ഇത്ര രൂപ. ഈ കൊല്ലത്തെ ബാക്കിയുണ്ട് എത്ര? 1,00,000 സംതിങ് രൂപ. കഴിഞ്ഞ കൊല്ലം ആരൊക്കെയോ കൊടുത്ത സക്കാത്തുകൾ ഏതൊക്കെയോ ആളുകളുടെ പോക്കറ്റിൽ, ഏതൊക്കെയോ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നു, ഏതൊക്കെയോ പള്ളികളിൽ കെട്ടിക്കിടക്കുന്നു. സദക്ക എത്ര വേണേലും കൊടുത്തോ, സ്വതക്ക എത്രയും കൊടുത്തോ, പക്ഷേ സക്കാത്ത് അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണം. മഹല്ലത്തുകളിലെ ഇമാമിങ്ങൾ, ഉസ്താദുമാർ സമൂഹത്തോട് പറയേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. അതൊരു കൊള്ളയായി മാറിയ കാലത്താണ്. സക്കാത്ത് തരൂ എന്ന് പറഞ്ഞ് പലരും വാങ്ങിയിട്ട്. അക്കൂട്ടത്തിൽ എനിക്ക് മഹല്ല് കമ്മിറ്റിയോടും പറയാനുള്ളത്, നമ്മുടെ നാടുകളിൽ സക്കാത്ത് കൊടുക്കുന്ന, കച്ചവടത്തിന് സക്കാത്തുണ്ട്, ബിസിനസ് ചെയ്യുന്നവരെ സക്കാത്തുണ്ട്, സ്വർണവും വെള്ളിയും ഹോൾഡ് ചെയ്യുന്നവരെ സക്കാത്തുണ്ട്, വലിയ സംഖ്യകൾ അക്കൗണ്ടുകളിൽ വർഷമായി സൂക്ഷിച്ചവരെ സക്കാത്തുണ്ട്, PF ഉള്ളവരെ സക്കാത്തുണ്ട്, ഓഹരി വിപണികളിൽ നിക്ഷേപിച്ചവരെ സക്കാത്തുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. അവർക്കൊക്കെയുള്ള സക്കാത്ത് നമ്മുടെ മഹല്ലിലെ തന്നെ പാവങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ സക്കാത്ത് ഇന്നയാൾക്ക് കൊടുക്കണേ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും. മഹല്ല് കമ്മിറ്റിക്ക് ഒന്നിച്ച് വാങ്ങാൻ പറ്റൂല, അതും പറ്റൂല. ഒരു മഹല്ല് കമ്മിറ്റിക്ക് സക്കാത്ത് വാങ്ങാൻ അർഹതയില്ല, അനുവാദമില്ല. അറബ് രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണ് അങ്ങനെ വാങ്ങുകയും അത് വിതരണം ചെയ്യുന്ന ആളിന് അതിൽ നിന്ന് ശമ്പളം കൊടുക്കുകയൊക്കെ ചെയ്യാം. നമുക്കതിന് അവകാശമില്ല. ഇസ്ലാമിക ഫിഖ് അങ്ങനെയാ. പക്ഷേ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റും, അയാൾ സക്കാത്തിന്റെ അവകാശിയാണ്, അയാൾക്ക് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ ഒരു 10 കൊല്ലം കണ്ടന്തറ മഹല്ലിലെ സമ്പന്നരായ ആളുകളുടെ സക്കാത്ത് ഈ മഹല്ലിലെ അർഹതപ്പെട്ടവരിലേക്ക് വന്നാൽ ഈ മഹല്ലിലെ പാവങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അതിന്റെ തെളിവാണ് മദീനത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ വഫാത്തായി 12 കൊല്ലം കഴിയുമ്പോഴേക്ക് മദീനയിൽ സക്കാത്ത് വാങ്ങാൻ ആളുണ്ടായിരുന്നില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണത്തിലുള്ള കാലം സക്കാത്ത് വാങ്ങാൻ അവകാശികളില്ലാതെയായി. അപ്പൊ നമ്മളൊക്കെ ആ രീതിയിൽ നന്നായി ചിന്തിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും റമളാനിൽ ഇത്തരം വിഷയങ്ങളിൽ നല്ല ജാഗ്രതയോടുകൂടി ഇടപെടുകയും വേണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനിനെ കുറിച്ച് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതിനപ്പുറം അറിഞ്ഞ് അമല് ചെയ്യുമ്പോഴാണ് അത് ഉപകാരപ്പെടുക. അള്ളാഹു അങ്ങനെ ഉപകാരപ്പെട്ട് അമൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റമളാനൊന്നിന്റെ രാത്രിയിൽ അർശിന്റെ താഴത്തു നിന്നൊരു കാറ്റ് വരുമെന്നാണ്, മുസീറ എന്നാണ് ആ കാറ്റിന്റെ പേര്. അതിങ്ങനെ അടിച്ചു വീശി സ്വർഗത്തിന്റെ ഇലകളിലൂടെ തട്ടിത്തടഞ്ഞ് സ്വർഗത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ സ്വർഗലോകത്തെ സകലരും പുറത്തേക്കിറങ്ങിയിട്ട് ചോദിക്കും, റിളുവാൻ, ഇതേതു രാത്രിയാണ് റിളുവാൻ? എത്ര മനോഹരമായ സുഗന്ധമാണ് ഈ കിട്ടുന്നത് റിളുവാൻ. റിളുവാൻ എന്ന മലക്ക് വിളിച്ചു പറയും, ഓ സ്വർഗവാസികളെ, ഇതാണ് റമളാനിന്റെ 1-ാമത്തെ രാത്രി. അള്ളാഹു അവന്റെ അടിമകൾക്ക് മേലിതാ സ്വർഗം തുറന്നിട്ടിരിക്കുന്നു. ആ സ്വർഗം തുറന്നിട്ട സുഗന്ധമാണ് നിങ്ങൾ മുഴുവനും പുറത്തെത്തുന്ന തരത്തിൽ സ്വർഗപൂങ്കാവനങ്ങളിലൂടെ ഇങ്ങനെ അടിച്ചു വീശുന്നത്. അള്ളാഹു അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് വരെയും നമ്മിൽ നിന്ന് വന്ന തെറ്റുകളെല്ലാം പുറത്ത് അദീമായ റബ്ബ് നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും കബൂലാക്കുമാറാകട്ടെ.